നീ ഒരു കഴിവുകെട്ട മനുഷ്യനാണ്. നിന്നെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല. നിനക്കൊന്നും ചെയ്യുവാൻ അറിയത്തില്ല, നിനക്ക് ഒരു കഴിവുമില്ല, ഒരു പ്രയോജനമില്ലാത്ത ഗുണമില്ലാത്ത ഒരുവനാ നീ. ഇങ്ങനെ അനേകർ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് അത് കേട്ട് മനസ്സ് മടുത്ത അല്ലെങ്കിൽ മനസ്സ് മരവിച്ചുപോയ അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതുപോലെ തന്നെ മറുവശത്ത് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഞാനൊരു കഴിവുകെട്ട മനുഷ്യനാ, ഒരു നിർഗുണനായ മനുഷ്യനാ, ഒരു ഉപയോഗവും എന്നെ കൊണ്ട് ആർക്കുമില്ല, ഇങ്ങനെ പറഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരും നമ്മുടെ ചുറ്റുവട്ടത്ത് വസിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഇഷ്ടികയും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ച ആ കുമ്മായവും കൊണ്ട് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിതു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. കാരണം പണ്ട് ക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണ്. ഇന്ന് ചിലപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് സാധ്യമായേക്കാം, എന്നാൽ അന്ന് ഒരിക്കലും സംഭവിക്കുന്നതല്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുക. ഇങ്ങനെ താൻ ഉണ്ടാക്കിയ മനുഷ്യർ ആകാശം മുട്ടുന്ന ഒരു ഗോപുരം ഇഷ്ടികയും പശമണ്ണും കൊണ്ട് ഉണ്ടാക്കിയല്ലോ, അത് കാണാമെന്ന് പറഞ്ഞ് യഹോവയായ ദൈവം ഇറങ്ങി വന്നു, ആ പണി കണ്ടു. ആ പണി കണ്ടിട്ട് ആ മനുഷ്യരെ നോക്കി ദൈവം ഒരു കമന്റ് പറഞ്ഞു. ആ കമന്റ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെയാണത്: അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമായി തീരത്തില്ല. നോക്കിയേ, മനുഷ്യരെ ഉണ്ടാക്കിയ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞ ഒരു കമന്റാണ്: എടാ, നീ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതൊന്നും അസാധ്യമായി തീരത്തില്ല, നീ എന്ത് ചിന്തിക്കുന്നുവോ അത് നിനക്ക് ചെയ്യുവാനായി കഴിയും. എല്ലാവരാൽ പരിഹസിക്കപ്പെട്ട് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ട് ഒതുങ്ങിയിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ ഉണ്ടാക്കിയ ദൈവം പറയുക, നീ കഴിവുകെട്ട ഒരുവനല്ല, നീ ചിന്തിക്കുന്നതെല്ലാം നിനക്ക് ചെയ്തെടുക്കുവാൻ കഴിയും, നീ കഴിവുകൾ നിറഞ്ഞ ഒരു മനുഷ്യനാണ്. ഇന്ന് പകൽക്കാലം പ്രയാസപ്പെടുന്ന പ്രിയ മനുഷ്യ, നീ ദൈവത്തോട് ചേർന്ന് നിന്ന് ഒന്ന് പണിയുവാൻ ആരംഭിച്ച് നിന്റെ ജീവിതത്തിൽ നീ കൊള്ളരുതാത്തവനെന്നും കൊള്ളാത്തവനെന്നും നിന്നെ കൊണ്ട് ഉപയോഗമില്ലെന്നും പറഞ്ഞവരൊക്കെ നീ ഒരു കഴിവുള്ളവനെന്ന് പറയുന്ന നാൾ കടന്നു വരും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.